ഈ ദുആ പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, ഇത്ര അത്ഭുതമുള്ളൊരു സാധനം, എന്നാൽ ഞങ്ങളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഭയങ്കര സംഭവം അത്. സഹാബത്തിന് അത്ഭുതമായി ഇത് കേട്ടപ്പോൾ. നബി പറഞ്ഞു, ബലാ യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, അതെ, അത് കേട്ടവനൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് ആ ദുആ. അതിന് നബി തന്നെ പറഞ്ഞ പേര് ദുആഉൽ ഹമ്മി വൽ ഹുസ്ൻ എന്നാണ്. ദുഃഖവും പ്രയാസവും ഒക്കെ പോകാനുള്ള ഒരു ദുആ ആയിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ ദുആ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം പറയാണ്, നബി പറഞ്ഞതായിട്ട് ഒരു മനുഷ്യന് എന്തെങ്കിലും ദുഃഖമോ സങ്കടമോ ഒക്കെ വന്നാൽ ഈ ദുആ പറഞ്ഞാൽ മതി, എന്നാൽ അവൻ്റെ ദുഃഖവും സങ്കടവും ഒക്കെ ഇല്ലാതാകും. എന്നിട്ട് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആ സ്ഥാനത്ത് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഈ ദുആ പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, ഇത്ര അത്ഭുതമുള്ളൊരു സാധനം, എന്നാൽ ഞങ്ങളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഭയങ്കര സംഭവം അത്. സഹാബത്തിന് അത്ഭുതമായി ഇത് കേട്ടപ്പോൾ. നബി പറഞ്ഞു, ബലാ യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, അതെ, അത് കേട്ടവനൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയാണ് എന്ന്. ഈ ദുആ ഖുർആനുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. ഈ ദുആ വേഗത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, അടിമയുടെ മകനാണ്. നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക്, നിൻ്റെ ഒരടിമ സ്ത്രീയുടെ മകനാണ്. ഇതെന്താ വെച്ചാൽ ഉബൂദിയത്താണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവെ ഞാൻ അടിമയാണെന്ന് മാത്രമല്ല പറയണേ, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും ഒക്കെ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങേയറ്റം വിനീതരാകും. ഞാൻ ഒന്നുമല്ല. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ നീ പിടിച്ച് തിരിക്കണ മാതിരിയാണ് ഞാൻ എന്താക്കുക, തിരിയ. ഞാൻ ഒന്നുമല്ല എന്നർത്ഥം, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക, നിൻ്റെ ഹുക്മ്, നിൻ്റെ വിധി എൻ്റെ വിഷയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ തീരുമാനിക്കുന്ന എല്ലാ തീരുമാനവും എൻ്റെ വിഷയത്തിൽ നീതിയുള്ളതാണ് എന്ന് വെച്ചാൽ അള്ളാഹുവേ നിൻ്റെ ഒരു തീരുമാനത്തിലും എനിക്കൊരു വെറുപ്പുമില്ല. എന്നിട്ട് പറയാം അസ്അലുക, അതുകൊണ്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടും. അള്ളാഹുവിന് കുറേ അസ്മാഉകളുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി തന്നതാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ സമ്മൈത ബിഹി നഫ്സക്, നീ സ്വയം വിളിച്ച കുറേ പേരുകളുണ്ട്. അള്ളാഹു സ്വയം വിളിച്ച കുറേ പേരുകളുണ്ട്. അന 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 എന്ന് പറഞ്ഞ് വിളിച്ചതുണ്ട്, ഖുർആൻ പറഞ്ഞു തന്നതുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നീ നിൻ്റെ അടിമക്ക് പഠിപ്പിച്ചു കൊടുത്ത പേരുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അടിമ എന്ന് പറഞ്ഞു. ഹദീസിലൂടെ കുറേ പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഔ അൻസൽതഹു ഫീ കിതാബിക്, നിൻ്റെ കിതാബിൽ നീ അവതരിപ്പിച്ച കുറേ പേരുകളുണ്ട്. ഖുർആൻ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ ഓരോ ആയത്ത് അവസാനിക്കുന്നിടത്തും കാണാം ഇന്നല്ലാഹ സമീഉൻ അലീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അങ്ങനെ കാണാം. അതൊക്കെ ഖുർആനിലുള്ളതാണ്. പോരാ. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, കുറേ പേരുകൾ ഇങ്ങോട്ട് തന്നിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ ഇൽമുൽ ഗൈബിൽ, അള്ളാഹുവെ നിൻ്റെ അദൃശ്യജ്ഞാനത്തിൽ നീ സൂക്ഷിച്ചു വെച്ചതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അസ്മാഉകൾ അള്ളാഹുവിനുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇനിയുള്ള ശ്രദ്ധിക്കേണ്ടത് എന്ത് വേണം? ഈ ഇസ്മുകളൊക്കെ അള്ളാഹുവെ നിൻ്റെ ഈ മഹത്തായ നാമങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം,
എൻ്റെ ഹൃദയത്തിലോ മനസ്സിലോ ഒക്കെ വല്ല പ്രയാസമുണ്ടെങ്കിൽ അതൊരു വസന്തകാലത്തെ കാറ്റടിച്ചു പോകുന്നത് പോലെ പോകണം. ഭയങ്കരല്ലേ? അതുകൊണ്ടാണ് ദുഃഖത്തിൻ്റെ പ്രാർത്ഥന, ദുഃഖം പോകാനുള്ള പ്രാർത്ഥന നിവേർന്നു പോരാ. വനൂറ സദിരി, എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാകണം. എൻ്റെ മനസ്സ് നിറച്ചിരുട്ട, ഒരുപാട് പ്രശ്നം, പ്രതിസന്ധി, ഒരുപാട് പ്രതിസന്ധി. മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലർക്കും പല പ്രതിസന്ധികളാണ്. ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ചിലർക്ക് ആരോഗ്യ പ്രതിസന്ധിയാണ്, ചിലർക്ക് കുടുംബ പ്രതിസന്ധിയാണ്, പല പ്രതിസന്ധിയും. എല്ലാ പ്രതിസന്ധിയും ആ നെഞ്ചിൻ്റെ അകത്തേക്ക്, ഹൃദയത്തിൻ്റെ അകത്തേക്ക്, മനസ്സിൻ്റെ അകത്തേക്ക് ഈ പ്രകാശം വന്നാൽ പോകും. വനൂറ സദരി വജല അഹ്സ്നി, എൻ്റെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകണം. വദഹാബ ഹമ്മി, എൻ്റെ മാനസിക വ്യഥകൾ പോകണം. അതിനാര് കാരണമാകും? ഖുർആൻ. അതാണ് അൻ തജഅലൽ ഖുർആന എന്ന് പറഞ്ഞത്. ഖുർആൻ കൊണ്ട് ഇതൊക്കെ പോകുമെന്നർത്ഥം. നോക്ക്, നിങ്ങൾ എത്ര ക്ലിയറായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നത്. പക്ഷെ നമുക്കെന്താ വെച്ചാൽ, ഈ ഖുർആൻ ഒരു കൂട്ടുകാരനായി, നമ്മുടെ സങ്കടങ്ങൾ തീർക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കൂട്ടുകാരനായി ഈ ഖുർആൻ നമുക്ക് മാറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. മാറണം. അവിടെയാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമ്മൾ വിജയിക്കുക.